ഞാൻ ഡോക്ടർ ടിഷ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. കുട്ടികളുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. അവരുടെ കുറുമ്പും കുസൃതിയും ഒക്കെ കണ്ട് ആസ്വദിച്ചിട്ട് ഭയങ്കരമായിട്ട് മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ സാധിക്കാൻ കിട്ടുന്ന അവസരമൊന്നും നമ്മൾ പാഴാക്കാറില്ല അല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ബാല്യകാല ഓർമ്മകൾ നമുക്ക് കിട്ടും. ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും കുട്ടികളുമായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യമുണ്ട്. ഇന്നത്തെ കുട്ടികളുടെ ആ ഒരു കുറുമ്പും കുസൃതിയും ഒക്കെ വാശിയും ദേഷ്യവും എന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറുമ്പും കുസൃതിയും ഒക്കെ ആസ്വദിക്കുമ്പോഴും നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കുട്ടികളെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മാതാപിതാക്കളായിക്കോട്ടെ, അധ്യാപകരായിക്കോട്ടെ, അവരെ നമ്മൾ നല്ല രീതിയിൽ നോക്കിക്കാണേണ്ട ഒരു ഏജ് ആണ് 3 to 6, 7, 8 ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 3 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക തന്നെ വേണം. ഇത്തരം ആസ്വദിക്കുന്ന കുറുമ്പും കുസൃതിയും ഒക്കെ ആസ്വദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എന്ന് പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ഡിസോർഡേഴ്സ് കുട്ടികളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ഡിസോർഡേഴ്സ് ഇന്ന് കണ്ടുവരുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ 3 ഡിസോർഡേഴ്സ്, ഇന്ന് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന 3 ഡിസോർഡേഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. CD, ODD ആൻഡ് ADHD. ADHD ഈ അടുത്ത കാലത്ത് അല്പം ഫെമിലിയർ ആണ്. ഫാസിൽ സാർ തങ്ങളുടെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരൻ ഇതുപോലെ അതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായതും ഇതൊക്കെ ഓവർകം ചെയ്യാനേ ഉള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ വീഡിയോയിൽ നമുക്ക് ഇത്തരം ഡിസോർഡേഴ്സിന്റെ ആ ഒരു ഡിഫറൻസ് എന്താണ്, എങ്ങനെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ, എങ്ങനെ നമുക്ക് ഇത് ഓവർകം ചെയ്യാം, ഇനി ട്രീറ്റ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെയൊക്കെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, മാതാപിതാക്കൾക്കും അധ്യാപകർക്കും നേരെയാക്കി പറ്റുന്നില്ലാത്ത സ്റ്റേജാണ്, നേരെയാക്കാൻ പറ്റാത്തൊരു സ്റ്റേജൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ആ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ODD ആണ്, ഒപ്പോസിഷണൽ ഡെവിയന്റ് ഡിസോർഡർ ആണ്. ഇത്തരം കുട്ടികളിൽ കൂടുതലും കാണുന്നത് എന്തിനേയും എതിർക്കാനുള്ള ആ ഒരു പ്രകൃതിക്കാരായിരിക്കും. ആൺകുട്ടികളിലാണ് ഇത് പ്രധാനമായിട്ടും കാണുന്നത്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് ഇത് കൂടുതൽ കാണുന്നത്. ലക്ഷണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരിക, മാതാപിതാക്കളോട് മുതിർന്നവരോട് പെട്ടെന്ന് ദേഷ്യം വരിക, ദുശ്ശാഠ്യം, നല്ല രീതിയിൽ ആ ഒരു ദുശ്ശാഠ്യം പ്രകടിപ്പിക്കുന്ന കൂട്ടത്തിലുള്ളവരായിരിക്കും. വാശിയും ദേഷ്യവും ഇവരിൽ കണ്ടുവരും, അനുസരണക്കുറവ് കണ്ടുവരും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണം. ഇത് ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന രീതിയിലേക്ക് പോകുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ഈ ഒരു ODDയുടെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ആ ഒരു ദേഷ്യവും വാശിയും ദുശ്ശാഠ്യവും അനുസരണക്കേടും ഒക്കെയാണ്. സോ CD എന്താണെന്ന് നോക്കാം. അത് കണ്ടക്ട് ഡിസോർഡർ ആണ്. അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പെരുമാറ്റം ആയിരിക്കില്ല പൊതുവെ ഇത്തരം കുട്ടികൾക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനെ നമുക്ക് കണ്ടക്ട് ഡിസോർഡർ തന്നെ സ്വഭാവ വൈകല്യമായിട്ട് കോറിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. 10 വയസ്സിനുള്ള താഴെയുള്ള കുട്ടികളിലാണ് ഇത് കണ്ടുവരുന്നത്. ഇതും ആൺകുട്ടികൾക്കാട്ടോ പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. ലക്ഷണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അനുസരണക്കുറവ് കണ്ടുവരാറുണ്ട്. മോശമായ വാക്കുകൾ എപ്പോഴും മാതാപിതാക്കളോടും മുതിർന്നവരോടും ദേഷ്യപ്പെടുമ്പോഴത്തേക്കും ഉപയോഗിച്ച് കാണാറുണ്ട്. ഒരുതരം അലസതയായിരിക്കും അവർക്ക്. പഠിക്കാനിരിക്കുന്ന കളിക്കാനും എല്ലാത്തിനും ഒരു അലസത കണ്ടുവരാറുണ്ട്. ആക്രമണമായിട്ടുള്ള ഒരു സ്വഭാവക്കാരായിരിക്കും. കള്ളം പറയുക, കള്ളത്തരം ചെയ്യുക, ഇതിനോടൊക്കെ കുറച്ച് താല്പര്യം കൂടുതലുള്ളവർ. സ്കൂളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മറ്റു കുട്ടികളുടെ സാധനങ്ങളൊക്കെ, ഇതൊക്കെ നമ്മൾ യൂഷ്വലി കേട്ട് സംഭവങ്ങൾ തന്നെയാണ്. കുട്ടികൾ ഈ പ്രായത്തിലൊക്കെ കാണിക്കും എന്നുള്ളത്. പക്ഷേ ഇതൊക്കെ നമ്മൾ സീരിയസ് ആയിട്ട് എടുത്ത് അവരെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള കൊച്ചുകുട്ടികളൊക്കെ നമ്മൾ പറയാം തമാശയ്ക്കാണെന്ന് നമ്മൾ കരുതും. പക്ഷെ എങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടാക്കിയിട്ട് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോവുക, ഉപദ്രവിക്കാൻ, മുതിർന്നവരെയൊക്കെ ഉപദ്രവിക്കാനുള്ള ആ ഒരു ടെൻഡൻസിയൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണോ എന്ന് പലരും ചോദിക്കും. ഇതൊക്കെ കുട്ടികൾ കാണിക്കുന്നതല്ലേ എന്നുള്ളത് എല്ലാവർക്കും ഉള്ളൊരു സംശയം തന്നെയായിരിക്കും. പക്ഷേ നമ്മൾ കറക്റ്റ് ചെയ്യും അല്ലേ? മുതിർന്നവർ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴത്തേക്കും ഒരു 50% കുട്ടികളൊക്കെ ഇത് ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന രീതിയിൽ അവരെ കറക്റ്റ് ചെയ്ത് വരാനായിട്ട് ശ്രദ്ധിക്കും. പക്ഷേ ചില കുട്ടികൾക്ക് നമ്മൾ എത്രത്തോളം പറഞ്ഞാലും അവർക്ക് നമ്മളോട് ദേഷ്യമായിരിക്കും കൂടുക. നമ്മൾ എന്തെങ്കിലും അവരോട് എതിർത്ത് സംസാരിക്കുമ്പോഴത്തേക്കും നമ്മളോട് ദേഷ്യം ഉണ്ടാവുക, അവർ ആക്രമണ സ്വഭാവത്തിലേക്കൊക്കെ പോകുന്ന ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരാളുടെ ഹെൽപ്പ്, ഒരു ഡോക്ടറിൻ്റെ ഹെൽപ്പ് തേടേണ്ടത് അത്യാവശ്യമാണ്. ഡോക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ ഇനി അതുപോലെ തെറാപ്പിസ്റ്റ്, ബിഹേവിയറൽ തെറാപ്പിസ്റ്റോ ഒക്കെ ചെയ്യുന്ന, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അത്തരം എന്താ പറയുക, പഠിച്ചിട്ടുള്ളവരെ തന്നെ കൊണ്ട് കാണിക്കുക. അത് കാണിച്ച് അവരൊക്കെ അതിൽ നിന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. സോ നമ്മൾ CD പറഞ്ഞു, ODD പറഞ്ഞു. ഇനി ADHD എന്ന് പറയുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ആണ്.
ഹൈപ്പർ ആക്റ്റീവും അതുപോലെ തന്നെ അറ്റൻഷൻ ഡെഫിസിറ്റും, ഈ 2 വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഇത്തരം ഒരു 5% നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കണ്ടക്ട് ഡിസോർഡർ, അതിൻ്റെ ആ ഒരു വളർന്നു വരുന്ന സ്റ്റേജിൽ എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റേജ് മാറുമ്പോഴും കണ്ടുവരുന്നതാണ് ഈ ഒരു ADHD. CD എന്താ ഗ്രാജുവലി ക്രമേണ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോഴത്തേക്കുമാണ് ഈ ഒരു ADHD ഉണ്ടാവുന്നത്. അപ്പോൾ 2 കാര്യങ്ങളാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ ആ വാക്കിൽ നിന്നിട്ട്. നമുക്ക് ലക്ഷണങ്ങളിലേക്ക് വരാം. എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഈ ഒരു സ്വഭാവ വൈകല്യം നമ്മൾ നേരത്തെ പറഞ്ഞു, അതുമായിട്ട് കണക്ട് ചെയ്തത് കൊണ്ട് തന്നെ അത്തരം ലക്ഷണങ്ങളും കണ്ടുവരും. ശ്രദ്ധക്കുറവ്, പഠന വൈകല്യം കാണും, പഠിക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഒക്കെ ഇത്തരം കുട്ടികളിലൊക്കെ കണ്ടുവരും. അമിതമായിട്ടുള്ളൊരു ആവേശം നമ്മൾ പറഞ്ഞു ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും എന്നുള്ളത്. സോ ഈ ഒരു ADHDയുടെ പ്രധാനപ്പെട്ട ആ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ആക്റ്റീവ് മാത്രമല്ല ആക്രമണ സ്വഭാവവും കണ്ടുവരാറുണ്ട്. കണ്ടക്ട് ഡിസോർഡറിൽ പറഞ്ഞ ആ രീതികൾ തന്നെയാണ് ഇവിടെയും കുറേ ലക്ഷണങ്ങളായിട്ട് വരുന്നത്. ഇനി ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ലക്ഷണങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കില്ല. അപ്പോൾ ഹൈപ്പർ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ അവർക്ക് കോൺസെൻട്രേഷൻ ഭയങ്കര കുറവായിരിക്കും അല്ലേ. നമ്മളിപ്പോൾ പഠിക്കാൻ ഇരുത്തുമ്പോഴത്തേക്കും നമുക്കറിയാം കുറേ കുട്ടികൾ മടി കാരണം ഇത്തരം പഠിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കാണിക്കും. പക്ഷെ ഇത്തരം കുട്ടികളുടെ ഐ മൂവ്മെന്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അവർക്ക് ഒരു സ്ഥലത്തേക്ക് തന്നെ കീനായിട്ട് നോക്കാനായിട്ട് സാധിക്കില്ല. അവരുടെ ഐബോൾ മൂവ്മെന്റ് ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇത്തരം കുട്ടികളിൽ. നമ്മൾ ലക്ഷണങ്ങളും കാരണങ്ങളും പറഞ്ഞു. ഈ ഒരു കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ ഹെറിഡിറ്ററി ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇത്തരം ഡിസോർഡേഴ്സ് നമുക്ക് ഏർലി സ്റ്റേജിലാണ് ട്രീറ്റ്മെന്റ് വേണ്ടത്. ഒരിക്കലും നമ്മൾ സ്റ്റേജ് കഴിയും തോറും ആ ഒരു ട്രീറ്റ്മെന്റിൽ വ്യത്യാസം വരും. സോ ഏർലി സ്റ്റേജിൽ നമുക്കൊരു അല്പം നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടുവന്നാൽ ഒരിക്കലും പേടിച്ചിട്ട് ഇരിക്കരുത്. ആരോടും പറയാണ്ട് അത് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഇരിക്കരുത്. മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. അധ്യാപകർ ചിലപ്പോൾ അത് കണ്ടെത്തിയിട്ട് പറഞ്ഞു തന്നാലും അത് ഉൾക്കൊള്ളുക. അത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിന്റെ ഹെൽപ്പ് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും തേടുക. കാര്യം ഏർലി സ്റ്റേജ് ട്രീറ്റ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത്തരം കുട്ടികളോടുള്ള ആ ഒരു പെരുമാറ്റ രീതി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും നമ്മൾ അവരോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യവും പറയാൻ പാടില്ല. അവളെ ദേഹം ഉപദ്രവിക്കാനായിട്ട് പാടില്ല. ഭയങ്കര സൗമ്യമായ രീതിയിൽ സ്നേഹത്തോടു കൂടി പറഞ്ഞ് മനസ്സിലാക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ദേഷ്യപ്പെടരുത് ഒരിക്കലും. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് മാത്രമല്ല ഇത്തരം അവസ്ഥയിൽ ഒരു ഫാമിലി തെറാപ്പി ഭയങ്കര അത്യാവശ്യമാണ്. കുട്ടികൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമുക്കറിയാം. കുട്ടികൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അത് പ്രോത്സാഹിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവർ ചെയ്യുന്ന നല്ല ചെറിയ എന്ത് കാര്യമായിക്കോട്ടെ അവരെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ തെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു സ്നേഹത്തോടു കൂടി പറഞ്ഞ് മനസ്സിലാക്കുക. ചിട്ടയായിട്ടുള്ള ഒരു ജീവിത രീതി അവരിൽ ചെറിയ ഏജിലെ വളർത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ നമുക്ക് അവരെ കൊണ്ട് ഏർപ്പെടിപ്പിക്കാം അല്ലേ. കാര്യം കുട്ടികളെ കൊണ്ടിട്ട് അതൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഇന്ന് ഭയങ്കര തെറ്റായ കാര്യമാണ് എന്ന് പറയുമ്പോഴും ചെറിയ ചെറിയ ജോലികൾ അവരെ കൊണ്ടിട്ട് നമുക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ അവരുടെ ആ ഒരു മൈൻഡ് അതിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ട് അതിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും. പഠിക്കാനിരിക്കുമ്പോൾ നമ്മൾ കൂടെ ഇരിക്കുക. നമ്മുടെ കുട്ടികളുടെ മാതാപിതാക്കൾ കൂടെ ഇരിക്കുക. ഒരു 1 hour എങ്കിലും അവരുടെ കൂടെ ഇരിക്കുക. സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുക. അവരുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുക മാതാപിതാക്കൾ. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് കുട്ടികളെ ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മാതാപിതാക്കളുടെ ആ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് ഭയങ്കര അത്യാവശ്യമാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ കൊടുത്തിട്ട് അവരെ കൂടെ ഇരുത്തിയിട്ട് പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ബുക്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിലും കൂടുതൽ നമ്മൾ മറ്റ് കാര്യങ്ങൾ ഒരുപാട് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് ഈ ഒരു ഏജ് എന്ന് പറയുന്നത്. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പറഞ്ഞു ഇതിന് ഒരുപാട് ട്രീറ്റ്മെന്റ് രീതികളുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഉണ്ട്. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഉണ്ട്. ദേഷ്യം കൺട്രോൾ, സ്ട്രെസ് മാനേജ്മെന്റ്, അങ്ങനെ സംഭവമുണ്ട്. അതുപോലെ തന്നെ ഫാമിലി തെറാപ്പി. ഇത്തരം ഡിസോർഡേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫാമിലി തെറാപ്പി എന്ന് പറയുന്നത്. സോ അത് എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കുട്ടികളുടെ ആ ഒരു സ്വഭാവത്തിൽ ആ ഒരു വ്യത്യാസമൊക്കെ കണ്ടുവരുമ്പോഴത്തേക്കും സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റിന്റെ കൗൺസിലിംഗ് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. കൗൺസിലിംഗ് വഴിയൊക്കെ നല്ല മാറ്റങ്ങൾ ഏർലി സ്റ്റേജിൽ തന്നെ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഫാമിലി തെറാപ്പി, ആങ്കർ മാനേജ്മെന്റ്, അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. ഈ ഒരു കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കാര്യം ഭയങ്കര ഹെൽപ്ഫുൾ ആണ്.
ഇതിന് മാത്രമല്ല കേട്ടോ, കുട്ടികളുടെ പ്രശ്നങ്ങൾ, സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡറിലായിക്കോട്ടെ, ബിഹേവിയറൽ ലേണിംഗ് ഡിസബിലിറ്റി, അങ്ങനെ ഒരുപാട് കുട്ടികളിൽ ഇന്ന് കാണുന്ന ചെറിയ ചെറിയ ഡിസോർഡേഴ്സിന് ഒക്കെ തന്നെ ഈ ഒരു കോഗ്നിറ്റീവ് തെറാപ്പി, നമ്മൾ സോഷ്യൽ ആൻസൈറ്റി ചെയ്തപ്പോഴത്തേക്കും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു CBT ട്രീറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവരത് കാണുക. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റ്, ചെറിയ കുട്ടികൾക്ക് എന്താ പറയുക, നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ രീതിയിൽ നമുക്ക് ഹെൽപ്ഫുൾ ചെയ്യും. മ്യൂസിക്കൽ തെറാപ്പി, അങ്ങനെ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് തെറാപ്പീസ് ഉണ്ട്. ഈ ഒരു തെറാപ്പീസ് ഒക്കെ കേൾക്കുമ്പോഴത്തേക്കും ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ചെറിയ ചെറിയ ട്രിക്സ് ആണ്, കുട്ടികളുടെ അടുത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ട്രിക്സ് ആണ്. അതിലൂടെ അവരെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ടെക്നിക്സ് ഒക്കെയാണ് ഫോളോ ചെയ്യുന്നത്. സോ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഒരിക്കലും ഇത്തരം അസുഖങ്ങൾ, നമ്മൾ ചെറിയ പനി ജലദോഷമൊക്കെ വരുമ്പോൾ ഡോക്ടറിനെ കാണിക്കില്ലേ, അതുപോലെ തന്നെയാണ് ഇതും എന്ന് എല്ലാ മാതാപിതാക്കളായിക്കോട്ടെ അധ്യാപകരായിക്കോട്ടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കുട്ടികളെ ആരോഗ്യപരമായിട്ട് എന്താ പറയുക, ശാരീരികവും മാനസികവുമായിട്ട് വയ്ക്കേണ്ട ഒരു കടമ എന്ന് പറയുന്നത് മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. നമ്മുടെ കുട്ടികളാണ്, നമ്മൾ പഠിപ്പിച്ച് വളർത്തിയെടുക്കേണ്ടവരാണ്. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്